ഇസ്രായേലിന് നേരെ വീണ്ടും ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ച ഹൂതികൾ. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് യമനിൽ നിന്ന് ഹൂതികൾ ബാലിസ്റ്റിക് മിസൈൽ ജെറുസലേം ലക്ഷ്യമാക്കി പ്രയോഗിച്ചത്. ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിൻ്റെ വ്യോമപരിധിക്ക് പുറത്തു വച്ച് ഇസ്രായേലിൻ്റെ അയൺ ഡോം പ്രതിരോധിച്ചു. എന്നാൽ അതിൻ്റെ ചില അവശിഷ്ടങ്ങൾ ജെറുസലേമിന് സമീപമുള്ള ചില പ്രദേശങ്ങളിലേക്ക് പതിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. ഇസ്രായേലിൻ്റെ വ്യോമപരിധിക്ക് പുറത്ത് ബാലിസ്റ്റിക് മിസൈൽ എത്തിയതോടെ തന്നെ വൻതോതിലുള്ള അപായ സൈറനുകളാണ് ജെറുസലേമിലും ടെല്ലവീവ് അടക്കമുള്ള മറ്റു പ്രദേശങ്ങളിലുമൊക്കെ തന്നെ മുഴങ്ങിയത്. ലക്ഷക്കണക്കിന് ആളുകൾ അർദ്ധരാത്രി ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റ് ബോംബിംഗ് ഷെൽട്ടറുകളിലേക്ക് പോയി എന്നുള്ള വിവരങ്ങളും ഇസ്രായേലിലെ പ്രാദേശിക മാധ്യമങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ്. ഇത്തരത്തിൽ ജനങ്ങൾ ഓടുന്നതിനിടയിൽ ചില അപകടങ്ങൾ ഉണ്ടാവുകയും കുട്ടികളടക്കമുള്ള ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായുള്ള വിവരങ്ങളും പ്രാദേശിക ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവരുന്നു. അതേസമയം ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ഒരു തരത്തിലുള്ള കേടുപാടുകളോ ഒരു തരത്തിലുള്ള നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ലെന്നാണ് ഇപ്പോൾ IDF വ്യക്തമാക്കുന്നത്. ഒരാഴ്ചക്കിടയിൽ 8ാമത്തെ തവണയാണ് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൻ്റെ പ്രതികാരമാണിതെന്ന് മുതിർന്ന ഹൂതി നേതാവ് വ്യക്തമാക്കി. ഇനിയുള്ള ദിവസങ്ങളിൽ ഇസ്രായേലിന് ഉറങ്ങാൻ കഴിയില്ല, ഇസ്രായേലിലെ ജനതയെ ഞങ്ങൾ ഉറക്കില്ല എന്നുള്ള വമ്പൻ മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ഹൂതി നേതാക്കൾ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് ഹൂതികളുടെ ഈ മിസൈൽ ആക്രമണം വളരെ വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം ഈ മിസൈലുകളെ പ്രതിരോധിക്കുന്നതിൽ 90% വരെ ഇസ്രായേലിൻ്റെ അയൺ ഡോം വിജയിച്ചിരിക്കുന്നു. എന്നാൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ മിസൈൽ അയൺ ഡോം സംവിധാനത്തെ, വ്യോമ പ്രതിരോധ സംവിധാനത്തെ മറികടന്ന് ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പതിച്ചാൽ അത് വളരെ വലിയ നാശനഷ്ടങ്ങളും വളരെ വലിയ തിരിച്ചടിയുമായിരിക്കും ഇസ്രായേലിന് ഉണ്ടാക്കുക. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിന് അതിടയാക്കും. ഇത് കൃത്യമായി ഇസ്രായേലിനറിയാം. അതേസമയം മറുഭാഗത്ത് ഹൂതികളാകട്ടെ ഇസ്രായേലിൽ നിന്നുള്ള ആക്രമണത്തിൽ തകർന്നിരിക്കുന്നു. അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും സംയുക്ത ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. എന്നിട്ടും ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി നാശനഷ്ടം ഇസ്രായേലിന് വരുത്താനുള്ള ശ്രമമാണ്. ഇസ്രായേലിനെതിരെ ഏതു തരത്തിലുള്ള ആക്രമണത്തിനും ഞങ്ങൾ തയ്യാറെന്ന് ഹൂതികൾ ഉറപ്പിച്ചു തന്നെ പറയുന്നു. ഇറാൻ ആവശ്യത്തിലധികം ആയുധങ്ങൾ ഹൂതികൾക്ക് നൽകുകയും ചെയ്യുന്നു. ആ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന് നേരെ നിരന്തരമായ ആക്രമണം ഇപ്പോഴും ഹൂതികൾ സംഘടിപ്പിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് നേരത്തെ മൊസാദിൻ്റെയും ഷിൻബെറ്റിൻ്റെയും ഒക്കെ തലവന്മാർ പറഞ്ഞ കാര്യം പ്രസക്തമാകുന്നത്. അതായത് ആദ്യം ആക്രമിക്കേണ്ടത് ഇറാനെയാണ്. ഇറാനാണ് ഹൂതികളുടെ ആയുധപ്പുര. ഹൂതികൾക്ക് ആവശ്യമായ ആയുധങ്ങൾ നൽകി ഇസ്രായേലിനെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇറാനാണ്. ആ ഇറാനിലേക്ക് ആദ്യ ആക്രമണം നടത്തിയാൽ ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക്, ആണവ കേന്ദ്രങ്ങളിലേക്ക്, ഇറാൻ്റെ ആയുധപ്പുരകളിലേക്ക് ആക്രമണം നടത്തിയാൽ അതോടെ ഇറാനും ഹൂതികളും ഒന്നിച്ച് നശിക്കും. അല്ലാതെ ഹൂതികൾക്കെതിരെ മാത്രം ആക്രമണം നടത്തിയതുകൊണ്ട് കാര്യമില്ല എന്നാണ് മൊസാദിൻ്റെയും ഷിൻബെറ്റിൻ്റെയും ഒക്കെ അവകാശവാദങ്ങൾ. അതേസമയം ഇറാനിലേക്ക് നേരിട്ടൊരാക്രമണം ഉടൻ വേണ്ടെന്ന നിലപാട് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു സ്വീകരിച്ചിരിക്കുന്നത്. പുതിയ ഒരു യുദ്ധമുഖം ഉടൻ തുറക്കേണ്ടതില്ല. ഇസ്രായേൽ നിലവിൽ തന്നെ 2-3 ഇടങ്ങളിലേക്ക് ഒരേ സമയം ആക്രമണം നടത്തുന്നുണ്ട്. ഒന്ന് ഗാസയിലേക്ക്, മറ്റൊന്ന് ഇടയ്ക്കിടെ ഹിസ്ബുള്ളയ്ക്കെതിരെ. സിറിയയിലും അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേലിൻ്റെത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു. ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഇപ്പോഴും അവിടെ തുടരുകയാണ്. ഈ ഘട്ടത്തിൽ ഇനി ഇറാനെതിരെ കൂടി ഒരു തുറന്ന യുദ്ധം ആരംഭിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ തിരിച്ചടിയാകുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കണക്കുകൂട്ടൽ. അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അപ്പോൾ തിരിച്ചടിക്കാമെന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഗാസയിൽ ഹമാസിൻ്റെ തിരിച്ചടി ഇപ്പോൾ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രി അടക്കം തകർത്തുകൊണ്ട് ആ ആശുപത്രിക്കുള്ളിലുണ്ടായിരുന്ന ഹമാസിൻ്റെ ബേസ് ക്യാമ്പും കമാൻഡ് സെൻറ്ററും ഒക്കെ തകർത്തതിൻ്റെ പ്രതികാരം ഹമാസ് ഇസ്രായേലിനോട് കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസ് തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ ജെറുസലേമിന് സമീപം പതിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. കാര്യമായ നാശനഷ്ടം ആ മിസൈൽ ആക്രമണത്തിലൂടെ ഇസ്രായേലിനുണ്ടായി. അങ്ങനെ ജെറുസലേമിനെയും ടെല്ലവീവിനെയും 2 വശത്തു നിന്നും ഒരേ സമയം ആക്രമിക്കുകയാണ് ഹൂതികളും ഹമാസും. ഹമാസിനെതിരെയുള്ള ആക്രമണം ഓരോ മിനിറ്റുകളിലും ഓരോ മണിക്കൂറിലും അതിരൂക്ഷമാക്കുകയാണ്. പുതുവർഷത്തിന് മുൻപ് ഗാസയിലെ ഹമാസിൻ്റെ അന്ത്യം കുറിക്കുക എന്ന
വമ്പൻ നീക്കമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമാനതകളില്ലാത്ത ആക്രമണം ബെയ്ത്ത് ലഹിയിൽ, ബെയ്ത്ത് ഹനൂനിൽ, അതുപോലെ ജബാലിയയിൽ, ഖാൻ യൂനിസിൽ അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ മധ്യ ഗാസയിലും വടക്കൻ ഗാസയിലും അടക്കം ഇസ്രായേലി വ്യോമസേനയുടെ കനത്ത ബോംബിംഗ് ഉണ്ടായിരിക്കുന്നു. എവിടെയൊക്കെ ഹമാസിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് സംശയിക്കുന്നു ആ മേഖലയൊക്കെ തന്നെ തകർത്തു തരിപ്പണമാക്കുകയാണ് ഇസ്രായേലി സേന. അത്രത്തോളം മാരകമായ അറ്റാക്കാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗാസയിൽ ഹമാസിൻ്റെ ഒറ്റപ്പെട്ട തിരിച്ചടികളും ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നു. അൽഖസം ബ്രിഗേഡും അതുപോലെ തന്നെ മറ്റു ചില അനുബന്ധ ഹമാസുമായി ബന്ധപ്പെട്ട സായുധ സംഘടനകളും ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വളരെ നിർണായകമായ വിവരമാണ് ഇപ്പോൾ ഇസ്രായേലിന് ബോധ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും രൂക്ഷമായ ആക്രമണം ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗാസയിലെ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നൽകിയിരുന്നു. ആ നിർദ്ദേശം കൂടി സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗാസയിലെ ആക്രമണം ഓരോ മണിക്കൂറിലും കൂടുതൽ ശക്തമാക്കി ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. അതായത് യുദ്ധം ഇനി അധിക നാൾ നീട്ടിക്കൊണ്ടുപോകേണ്ടതില്ല. അതിനു മുൻപ് തന്നെ ഗാസയിലെ ഹമാസിൻ്റെ സാന്നിധ്യം പൂർണ്ണമായും ഇല്ലാതാക്കുകയും ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോവുകയും പിന്നീട് ബന്ദികളെ മുഴുവൻ മോചിപ്പിച്ച ശേഷം ഗാസയുടെ പുനർനിർമ്മാണവും യുദ്ധാനന്തര ഗാസയുടെ മേൽനോട്ടവുമൊക്കെ ചർച്ച ചെയ്യുകയും അത് ഇസ്രായേലിൻ്റെ തന്നെ നിയന്ത്രണത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ തീരുമാനം. അതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായത് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഗാസയിലെ ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക എന്നത് തന്നെയാണ്.